17 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ബഹുതാര ചിത്രം പാട്രിയറ്റിന്റെ ടീസർ റിലീസ് ചെയ്തു. ഒരു കാലത്ത് ഇവർ ഒരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യം. ഇത്രയും കാലം കൊണ്ട് അവർ നേടിയത് ഫോളോവേഴ്സിനെ അല്ല, ഫെയ്ത്ത്, വിശ്വാസം. What does this mean? They are going to bring social score to people. മൊത്തം 3 പേരുണ്ട്. സാറിനെ തടുക്കാൻ കഴിയും. ഡാനിയൽ, പെരിസ്കോപ്പ്. Student laptop scheme lay program. Is that similar to Periscope? ഈ പ്രോഗ്രാം അവരെ സീക്രട്ട്ലി വാച്ച് ചെയ്യുന്നുണ്ട്. വിശദാംശങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, 17 വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലെ തന്നെ ഏറ്റവും അതുല്യ പ്രതിഭകൾ എന്ന് പറയുന്ന 2 പേർ ഒരുമിച്ചൊരു ചിത്രത്തിലേക്ക് എത്തുകയാണ്. അവർക്ക് പുറമെ വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. വളരെ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രശംസ നേടിയിട്ടുള്ള രേവതി, ദർശന രാജേന്ദ്രൻ മുതലായ താരങ്ങൾ ടീസറിൽ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ അടക്കമുള്ളവരും വേഷമിടുന്നുണ്ട്. മറ്റെന്തെല്ലാമാണ് വിവരങ്ങൾ? വലിയ ഒരു ബജറ്റിൽ ഒരുങ്ങുന്ന വലിയ പ്രതീക്ഷകളുള്ള ഒരു ചിത്രം തന്നെ ആയിരിക്കും അല്ലേ? തീർച്ചയായും വലിയ പ്രതീക്ഷയുള്ള ഒരു ചിത്രം തന്നെയാണ് ഇത് എന്ന് പറയുന്നത്, പാട്രിയറ്റ്. കാരണം ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നത് മുതൽ, അതായത് മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്നു എന്നുള്ളൊരു വാർത്ത വന്നത് മുതൽ തന്നെ വളരെ ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു എല്ലാവരും. കാരണം 17 വർഷത്തിന് ശേഷമാണ് 2 ബിഗ് എംസ് എന്ന് പറയുന്ന മമ്മൂട്ടി മോഹൻലാൽ, മലയാളത്തിൻ്റെ ബിഗ് എംസ് എന്ന് വിശേഷിപ്പിക്കുന്ന മമ്മൂട്ടി മോഹൻലാലും കൂടി ഒന്നിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയും. ഈ ചിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണം എന്ന് പറയുന്നത്, നമുക്കറിയാം മുൻപ് ഹരികൃഷ്ണൻസ് ഉൾപ്പെടെയുള്ള സിനിമകളുടെ മലയാളത്തിൽ വലിയൊരു ഹിറ്റായിരുന്നു. മമ്മൂട്ടി മോഹൻലാലും ഒന്നിച്ച ഒരു ചിത്രമായിരുന്നു. മുൻപ് പഴയ സിനിമ നോക്കുകയാണെങ്കിൽ നിരവധി ചിത്രങ്ങളിൽ മമ്മൂട്ടി മോഹൻലാലും ഒരുമിച്ച ചിത്രങ്ങളുണ്ട്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഉൾപ്പെടെ അതിൽ മമ്മൂട്ടി ഒരു അതിഥി വേഷം ചെയ്ത ഒരു ചിത്രമായിരുന്നു. അതിൽ മോഹൻലാലായിരുന്നു പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചത്. അതിൽ മമ്മൂട്ടി ഒരു അതിഥി വേഷത്തിൽ ചിത്രത്തിൽ അവസാനം ക്ലൈമാക്സിൽ എത്തുന്നുണ്ട്. അത്തരത്തിൽ നിരവധി ചിത്രങ്ങളിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് വരുന്നത് 2020 ആണ്. 2020ൽ മലയാളത്തിലെ എല്ലാ താരങ്ങളും ഒന്നിക്കുന്ന സുരേഷ് ഗോപി, മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം ഉൾപ്പെടെ ദിലീപ് ഉൾപ്പെടെയുള്ള താരങ്ങളൊക്കെ ഒന്നിച്ച ചിത്രമായിരുന്നു 2020. അതിനുശേഷമാണ് വീണ്ടും ഒരു ചിത്രം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു ചിത്രം വരുന്നത്. മമ്മൂട്ടി മോഹൻലാൽ മാത്രമല്ല, നയൻതാരയുണ്ട്, അതുപോലെ കുഞ്ചകോപനുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, ദർശന രാജേന്ദ്രനുണ്ട്. അത്തരത്തിൽ ഒരു വലിയ താരനിരയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് മഹേഷ് നാരായണൻ ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നമുക്കറിയുന്ന പോലെ 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂട്ടി ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തുന്നത്. അദ്ദേഹം ചില പ്രതിസന്ധികളിൽ, ചില സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ചികിത്സയിലായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും അദ്ദേഹം ഈ ചിത്രത്തിലേക്ക് അഭിനയിക്കാൻ എത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് അത് ചെന്നൈയിൽ നിന്നും ഹൈദരാബാദിലേക്ക്, ഈ ചിത്രത്തിൻ്റെ ഹൈദരാബാദ് ഷെഡ്യൂളിലേക്ക് അദ്ദേഹം വന്നത്. ഇന്നലെയായിരുന്നു അദ്ദേഹം ആ ഒരു ചിത്രീകരണത്തിലേക്ക് വീണ്ടും മടങ്ങിയെത്തത്. അതിനു മുമ്പ് തന്നെ ഈ ചിത്രത്തിൽ അദ്ദേഹം ഒഴിവാകുന്നു എന്നുള്ളൊരു വാർത്ത ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നതിന് മുമ്പ്. എന്നാൽ അതിനെ തള്ളിമാറ്റിക്കൊണ്ടാണ് ഇന്നലെ വീണ്ടും അദ്ദേഹം ഈ ചിത്രത്തിലേക്ക് വീണ്ടും പ്രവേശിച്ച ഒരു വാർത്ത നമ്മൾ ഇന്നലെ കണ്ടത്. ഏതായാലും വലിയൊരു പ്രതീക്ഷയോടെ തന്നെ മഹേഷ് നാരായണനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ മഹേഷ് നാരായണൻ്റെ ആദ്യ ചിത്രമാണ് ടേക്ക് ഓഫ്. ഫഹദ് ഫാസിലും കുഞ്ചാക്കോബൻ ഉൾപ്പെടെ അഭിനയിച്ച പാർവതി തെരുവത്തായിരുന്നു അതിൽ നായിക. ആ ടേക്ക് ഓഫിൽ വലിയൊരു വിജയമായിരുന്നു. അത് മരിച്ചുപോയ രാജേഷ് പിള്ള സംവിധാനം ചെയ്യാനിരുന്ന ചിത്രമായിരുന്നു. അതിനാണ് ഈ എഡിറ്ററായ, അതായത് ഫിലിം എഡിറ്ററാണ് മഹേഷ് നാരായണൻ. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമാണ് ടേക്ക് ഓഫ്. ആ ടേക്ക് ഓഫ് വലിയ രീതിയിൽ വിജയമായിരുന്നു. അതിനുശേഷം അദ്ദേഹം കോവിഡിൻ്റെ സമയത്തെടുത്ത പൂർണ്ണമായി ഐഫോണിൽ ചിത്രീകരിച്ച ഒരു സിനിമയുണ്ട്. അതുപോലെ ഫഹദ് ഫാസിനെ വെച്ചെടുത്ത ഒരു സിനിമ കൂടിയുണ്ട്. അത്തരത്തിൽ ഒരുപാട്, അതായത് മലയാളത്തിൽ കൃത്യമായ എണ്ണം പറഞ്ഞ അല്ലെങ്കിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഈ മഹേഷ് നാരായണൻ
പടമാണ് ഇപ്പോൾ പുറത്തിറങ്ങാൻ പോകുന്നത്. മാത്രമല്ല ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ആൻഡോ ജോസഫാണ്. ആൻഡോ ജോസഫും മറ്റൊരു പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. അങ്ങനെ 2 പേർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. വലിയ ബഡ്ജറ്റിൽ തന്നെയാണ് ചിത്രം ഒരുക്കുന്നത്. ഇത് ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്നൊരു രീതിയിലേക്കാണ് ചിത്രം പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ചിത്രത്തിൻ്റെ ടീസറാണ് പാട്രിയറ്റിൻ്റെ എല്ലാവരും കാത്തിരുന്ന, മലയാളികൾ ഒന്നടങ്കം കാത്തിരുന്ന പാട്രിയറ്റിൻ്റെ ടീസറാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. വൈകാതെ തന്നെ ചിത്രം തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ ട്രെയിലറും ഉൾപ്പെടെ ഇനി പുറത്തിറങ്ങാനുണ്ട്. അതിനൊപ്പം തന്നെ വൈകാതെ ചിത്രം തിയേറ്ററിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഫഹദ് ഫാസിലുണ്ട്, കുഞ്ചാക്കോ ബോബനുണ്ട്, ദർശന രാജേന്ദ്രനുണ്ട്, നയൻതാരയുണ്ട്, അങ്ങനെ രേവതിയുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു താരനിര തന്നെ ഒന്നിക്കുന്ന ഒരു ചിത്രമാണ് പാട്രിയറ്റ് എന്ന് പറയുന്നത്. ഏതായാലും ചിത്രത്തിൻ്റെ ടീസർ ഇപ്പോൾ വലിയ രീതിയിൽ പ്രേക്ഷക സ്വീകാര്യത നേടി മുന്നേറുകയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ ചിത്രം ടീസർ ഇപ്പോൾ യൂട്യൂബിൽ റിലീസ് ചെയ്തത്. അത് ഇപ്പോൾ ഇതിനോടകം തന്നെ വലിയ രീതിയിൽ കാഴ്ചക്കാരാണ് ഇപ്പോൾ അത് കണ്ടിരിക്കുന്നത്. ഏതായാലും ചിത്രത്തിൻ്റെ ടീസർ റിലീസ് ചെയ്തത് വലിയ രീതിയിൽ ലോകമൊട്ടാകെ കാത്തിരിക്കുന്ന മലയാളികൾക്കൊരു ലോകമൊട്ടാകെ കാത്തിരിക്കുന്ന മലയാളിക്ക് ഒരു ദൃശ്യ വിരുന്നൊരുക്കിയിരിക്കുകയാണ് ഈ ഒരു ടീസർ റിലീസിലൂടെ. അതുല്ല ശരി ഫൈസൽ, എന്തായാലും 17 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒപ്പം മലയാളികൾക്കേറെ പ്രിയപ്പെട്ട വലിയ താരങ്ങളുടെ ഒരു നിര കൂടി ഒന്നിക്കുന്ന ഒരു വലിയ ചിത്രം തന്നെയാണ് പുറത്തിറങ്ങാൻ പോകുന്നത്. മഹേഷ് നാരായണൻ്റെ പാട്രിയറ്റ് എന്ന ചിത്രം വലിയ പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ടീസർ റിലീസാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ വലിയ ഒരു താരനിരയെ അവതരിപ്പിക്കുന്ന, പരിചയപ്പെടുത്തുന്ന ടീസറാണ് റിലീസായിരിക്കുന്നത്. ഇനി ചിത്രം എങ്ങനെയായിരിക്കും എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. വിവരങ്ങൾ നൽകിയത് ഫൈസൽ അസീസാണ്. നിയന്ത്രിച്ചതാണ് ഈ രാജ്യം. ഇത്രയും കാലം കൊണ്ട് അവർ നേടിയത് ഫോളോവേഴ്സിനെ അല്ല, ഫെയ്ത്ത്, വിശ്വാസം. What does this mean? They are going to bring social score to people. മൊത്തം 3 പേരുണ്ട്. സാറിനെ തടുക്കാൻ കഴിയും. പെരിസ്കോപ്പ്. Student laptop scheme le program. Is that similar to Periscope? ഈ പ്രോഗ്രാം അവരെ സീക്രട്ട്ലി വാച്ച് ചെയ്യുന്നുണ്ട്.